ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ 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 നാരായണായ നമഃ. കളരിസ്പന്ദനം അഭ്യുന്നതി മന്ത്രം 8ാമത് രാമായണ പാരായണ സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അയോധ്യാകാന്ഡത്തിലെ ഗുഹസംഗമം എന്ന ഭാഗമാണ് പാരായണം ചെയ്തത്. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതത് ഭവാൻ മത്സഖിയല്ലോ പൂജനം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപ്പസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർത്തിനി പര്യങ്കെ യഥാപുരവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മണ ഗുഹ സംവാദം. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നത് കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർന്നോ ജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളി കുറുപ്പു കൊള്ളു മുന്നിഹ പല്ലവ പര്യങ്ക സീമിനി വനാന്തരേ. ശ്രീരാമദേവനും ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരാ ചിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. പൂർവജന്മാർജിത കർമ്മ
മത്രിഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. സുഖദുഃഖങ്ങൾ ദാനം ചെയ്തതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതിമറ്റാൻ മമ ദുഃഖദാതാവിനെ വൃഥ തോന്നുന്നതി ജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുദ്ധന്മാർക്കേതുമേ. ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മ സൂത്രബദ്ധം സഖേ, ഭോഗങ്ങളും നിജകർമാനുസാരികൾ. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദാദിഹർഷങ്ങൾ ചിത്തേ, ശുഭാശുഭ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമവർക്കേറുമേ, നീക്കാവതെല്ലാ സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാരുമില്ല, ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം. മാനസേ ചിന്തിക്കൽ എത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേന വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരവുന്നു ബുധജനം ദുഷ്ടമല്ല മഹാമായേതി ഭാവനാൽ. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തതരുൾ ചെയ്തു. തോണി വരുത്തുകെന്നെപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണിക സമാരുഹത്യാം സൗമിത്രിണ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവീര മമ പ്രാണവല്ലഭ. ശൃംഗവേരാധിപൻ വാക്കു കേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരയേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിടിനാൻ. ആയുധമെല്ലാം അടുത്തു സൗമിത്രിയുമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും. മംഗലാഭാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ. ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ. സംഗേന ശംഭുധൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നും താഴേത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. നൈഷാദ്യവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവന് അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധം അരുൾ ചെയ്തു. ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകയെന്നയച്ചു രഘൂത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദം മന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു മരുകിനാൻ. ഭരദ്വാജാശ്രമപ്രവേശം. വൈദേഹിതനോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്താ സുഖേന വസിച്ചിതി പാദപമൂലേ ദലാഠ്യ തൽപ്പസ്ഥലേ. ചിത്തമോദത്തോടിരുന്നൊരു നേരത്തു തത്ര കാണായതൊരു വടു തന്നെയും. അപ്പോൾ അവനടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം.
ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യ പരമാനന്ദബ്ധോ മുഴുകിനാൻ ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാനിതം ആശീർവദനപൂർവം മുനി പുങ്കവനാശയാനന്ദമിയെന്നരുളി ചെയ്തു. പാദ രജസാ പവിത്രയാക്കിയിടു നീ വേദാത്മക പർണ ശാലാമിമാം.